എട്ട് നോമ്പിൻ്റെ 4-ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തിയെക്കുറിച്ചാണ്. അമ്മയുടെ മാധ്യസ്ഥത്തിന് അല്ലെങ്കിൽ അമ്മയുടെ പ്രാർത്ഥനകൾക്ക് മറ്റ് വിശുദ്ധരുടെ പ്രാർത്ഥനകളേക്കാൾ അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളേക്കാൾ എന്തെങ്കിലും ശ്രേഷ്ഠതയുണ്ടോ? ഒരുപക്ഷേ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം നമ്മൾ ധ്യാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തിയുടെ പവർ നമുക്ക് മനസ്സിലാകും. കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് വീഞ്ഞ് തീർന്നു പോകുന്നത് കാണുന്ന പരിശുദ്ധ അമ്മ, കുറവുകളുണ്ടെന്ന് മനസ്സിലാക്കിയ പരിശുദ്ധ അമ്മ നേരെ ചെല്ലുന്നത് ഈശോയുടെ അടുത്തേക്കാണ്. പലപ്പോഴും നമ്മളുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ബുദ്ധി കൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന കുറേ കാര്യങ്ങൾക്ക് മുൻപിലേക്ക് പോയതിനു ശേഷമാണ് പലപ്പോഴും നമ്മൾ ഈശോയുടെ മുമ്പിലേക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാനായിട്ട് എത്തുക. പക്ഷേ പരിശുദ്ധ അമ്മ നേരെ ചെല്ലുന്നത് ഈശോയുടെ അടുത്തേക്കാണ്. ഈശോയുടെ അടുത്തേക്ക് ചെല്ലുക മാത്രമല്ല, അമ്മയോട് ഈശോ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, 4-ാം വാക്യം, സ്ത്രീയെ എനിക്കും നിനക്കും എന്ത്, എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അത്ഭുതം പ്രവർത്തിക്കാൻ ഈശോയുടെ സമയം ഇനിയുമായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൻ്റെ പവർ എന്ന് പറയുന്നത് അതാണ്. സമയമാകുന്നതിന് മുൻപേ, ഈശോ ഒരു അത്ഭുതം പ്രവർത്തിക്കേണ്ട സമയമാകുന്നതിന് മുൻപേ ചില അത്ഭുതങ്ങൾ തൻ്റെ മാധ്യസ്ഥത്തിലൂടെ പ്രവർത്തിച്ചു നൽകാൻ, നേടിയെടുക്കാൻ പരിശുദ്ധ അമ്മയ്ക്ക് കഴിയും. അതുകൊണ്ട് നിങ്ങളുടെ നിരവധിയായ പ്രാർത്ഥനകൾ ഉയർത്തുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി നിങ്ങൾ ആ പ്രാർത്ഥനകൾ ഈശോയുടെ മുമ്പിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ ഉറപ്പായിട്ടും സമയമാകുന്നതിന് മുൻപേ നിങ്ങളുടെ ജീവിതത്തിൽ ഈശോ പരിശുദ്ധ അമ്മ വഴി അത്ഭുതം പ്രവർത്തിക്കും.